ദേവകിയുടെയും വസുദേവരുടെയും വിവാഹശേഷം അവർക്ക് ശരിക്കും പറഞ്ഞു വെച്ചാൽ 7 കുട്ടികൾ ജനിച്ചു. അതിൽ 6 കുട്ടികളെയും കംസൻ വധിച്ചു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ കംസൻ ഈ 6 കുട്ടികളെയും വധിക്കാനുള്ള കാരണം അവർക്ക് മുൻജന്മത്തിൽ ഒരു ശാപം ഉണ്ടായിരുന്നു എന്നുള്ളതാത്രേ. അതുകൊണ്ടാണ് കംസനാൽ അവർ വധിക്കപ്പെട്ടത്. അപ്പോൾ 7ാമത്തെ കുട്ടി ഏതാ എന്ന് ചോദിക്കും. ആ ഒരു 7ാമത്തെ കുട്ടിയുടെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അത് കുറച്ച് വിശദമായിട്ട് നമുക്ക് പറയേണ്ടതാണ്. അപ്പോൾ ഈ ത്രിലോകാധിപതി 8ാമത്തെ കുട്ടിയായിട്ടുള്ള സാക്ഷാൽ ത്രിലോകാധിപതി ആയിട്ടുള്ള നാരായണൻ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അത് വസുദേവർ കാണുകയാണ്. വസുദേവർക്ക് അത് മനസ്സിലാവുകയാണ്. ചെന്താമരാക്ഷൻ്റെ ആ ഒരു മുഖം ഗർഭത്തിൽ വന്ന് കയറുന്നതിന് മുന്നേ തന്നെ, പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ആ വസുദേവർക്ക് ആ ഒരു ചെന്താമരാക്ഷൻ്റെ മുഖം ശരിക്ക് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ സാക്ഷാൽ നാരായണൻ കേട്ടോ. അപ്പോൾ ഉണ്ണിക്കണ്ണൻ്റെ ലീലകൾ അതിമനോഹരാണ്. ഇതും ഭഗവാന്റെ ഒരു പുതിയ ലീലയാണ്. പുതിയ ലീല ആ ഒരു നമ്മളുടെ ദേവകിയുടെ ഉദരത്തിൽ പുതിയ ഒരു ലീല അദ്ദേഹം ആരംഭിക്കുകയാണ്. ദേവകിയുടെ ആ ഒരു ഗർഭത്തിൽ ദേവകിയാണെങ്കിൽ ഭഗവാന്റെ ചൈതന്യം, നമുക്കറിയാം ഭഗവത് ചൈതന്യം നമ്മളുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാലോ നമ്മളുടെ ആ ഒരു ശോഭ അല്ലെങ്കിൽ തേജസ് 10 മടങ്ങ് വർദ്ധിക്കും അല്ലേ. അപ്പോൾ അത്രയും എന്താ പറയുക, മഹാലക്ഷ്മിയെ പോലെ സുന്ദരിയായിരിക്കുന്നു ആരെ ദേവകി. കാരണം എന്താ, ആരാ ഉദരത്ത് കിടക്കുന്നത്? സാക്ഷാൽ ലോകാധിപതിയല്ലേ. അപ്പോൾ അതോടുകൂടി ലക്ഷ്മി ദേവീൻ്റെ അത്ര സൗന്ദര്യം ദേവകിക്ക് വന്നു എന്നാണ് പറയുന്നത്. ഭഗവാൻ ആ ഉദരത്തിൽ പ്രവേശിച്ചപ്പോൾ ഒരു ഭാഗ്യം നോക്കൂലേ, ആ ഒരു ഭാഗ്യമൊക്കെ നമുക്ക് കിട്ടിയിരുന്നെങ്കിലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ കംസന് നല്ല കഴിവുള്ള വ്യക്തിയാണ്. നല്ല തപശക്തി ഉണ്ട്, മനസ്സിന് നല്ല ധൈര്യമൊക്കെ ഉള്ള വ്യക്തിയാണ്. എല്ലാം മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് തൻ്റെ സഹോദരിയുടെ ഉദരത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു ആവിർഭവിച്ചിരിക്കണു അല്ലെങ്കിൽ ഉണ്ടായിരിക്കണമെന്ന് കംസം മനസ്സിലാക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദേവകിയുടെ ആ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം, പ്രഭ ഒക്കെ കണ്ടപ്പോൾ തന്നെ ജ്യേഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തിന് ഇതെല്ലാം മനസ്സിലായിരിക്കണു അദ്ദേഹത്തിന്. പക്ഷേ സ്വന്തം അനുജത്തിയോടുള്ള സ്നേഹം എപ്പോഴും അദ്ദേഹത്തിന് ദേവകിയോട് ഒരു പ്രത്യേക സ്നേഹമാണ്. കാരണം എന്താണ്, അദ്ദേഹത്തിന് പാൽപ്പായസം അതിലുള്ള സാധനങ്ങൾ എല്ലാം, പാൽപ്പായസം അതുപോലെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള എന്ത് സാധനവും തൻ്റെ കുഞ്ഞനുജത്തി എന്നും ഉണ്ടാക്കി കൊടുത്തിരുന്നു ഈ വിവാഹത്തിന് മുന്നേ. പിന്നെ മാത്രമല്ല സ്വന്തം ജ്യേഷ്ഠനെ അത്രയും ഇഷ്ടമായിരുന്നു ദേവകിക്ക്. അങ്ങനെ ഈ പലവട്ടം വിചാരിച്ചതാണ് ദേവകീനെ വധിച്ചാലോ എന്ന്. ഭാര്യമാർ 2 കംസന്. അവർ പറഞ്ഞു കൊടുക്കുകയാണ് ദേവകീനെ അങ്ങോട്ട് വധിച്ചാൽ കാര്യങ്ങളൊക്കെ ശരിയാവും എന്ന് പറയുമ്പോൾ കംസൻ വിചാരിക്കുകയാണ്, ഈശ്വര എൻ്റെ അനുജത്തീനെ ഞാൻ എങ്ങനെയാണ് വധിക്കുക, അവളെ ഞാൻ അത്രയും സ്നേഹിച്ചതല്ലേ എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ കംസൻ അങ്ങനെ വധിക്കാതെ വിടുകയാണ് ഈ ദേവകീനെ കേട്ടോ. അങ്ങനെ പിന്നെ കംസൻ എന്താ ചെയ്യുന്നത്, ഈ ഒരു മഹാവിഷ്ണുവിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാണ്ട് കാത്തിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്, തൻ്റെ ശത്രുവാണ്, തന്നെ വധിക്കാനുള്ള ശത്രുവാണ് വരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ കാത്തിരിപ്പ് അങ്ങനെ നീണ്ടു, മാസങ്ങളോളം നീണ്ടു പോയി. അങ്ങനെ ഗർഭമൊക്കെ പൂർണ്ണമായി. ആ സമയത്ത് ബ്രഹ്മാവും അതുപോലെ തന്നെ ശിവഭഗവാനും ദേവന്മാരൊക്കെ ഗർഭത്തിൽ കിടക്കുന്ന ലോകാധിപതിനെ ഇങ്ങനെ സ്തുതിഗീതങ്ങൾ പാടുന്നതും അതുപോലെ പൂജിക്കും ഒക്കെ ചെയ്യണ. ഗർഭസ്ഥാവസ്ഥയിലിരിക്കുന്ന ഭഗവാനെ തന്നെ അവർ പൂജിക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു ചെന്താമരാക്ഷൻ്റെ ആ ഒരു വരവിനായിട്ട് പ്രകൃതി പോലും സജ്ജമായിട്ട് ഇരിക്കുക എന്നാണ് പറയുന്നത്. കാരണം പ്രകൃതിയിലെ ജീവജാലങ്ങൾ മിന്നാമിനുങ്ങ് തൊട്ടിട്ട് എല്ലാവരും സജ്ജമായി നിൽക്കുകയാണ്. ആ നക്ഷത്രങ്ങളൊക്കെ ഇങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. എന്താണ്, സാക്ഷാൽ ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ് ഭൂമിയിൽ. അത് കാണാൻ തിടുക്കം കൂട്ടുകയാണെന്ന് തോന്നും നമുക്ക് ആ ഒരു നക്ഷത്രങ്ങളൊക്കെ. അതുമാത്രമല്ല തടാകത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തണുത്ത ഒരു കാറ്റിങ്ങനെ വീശുന്നുണ്ട്. ആ സമയത്ത് അതിൽ നിന്ന് ചന്ദന സുഗന്ധം ഇങ്ങനെ ഭൂമിയിൽ പാറി പറന്ന് വരികയാണ്. ആ ഒരു താമരക്കുളത്തിലുള്ള അല്ലെങ്കിൽ താമരപ്പൊയ്കയിലുള്ള
താമരകളൊക്കെ മെല്ലെ മെല്ലെ എത്തി നോക്കുകയാണ്. ചെന്താമരാക്ഷൻ ഭൂമിയിലേക്ക് വന്നുവോ എന്ന് നോക്കുകയാണ്. ദേവലോകവും അവിടെയുള്ള എല്ലാവരും ഭഗവാന്റെ ബാലരൂപ ദർശനത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക കാത്തു നിൽക്കുകയാണ് ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ മേഘങ്ങളും കാറ്റും എല്ലാം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ബാലരൂപം ദർശിക്കാനേ. അങ്ങനെ ഇടിയും മിന്നലും ഒക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആകാശത്ത് ചെറിയ ചാറ്റൽ മഴയുണ്ട്. അങ്ങനെ ഭദ്രപാദത്തില് കൃഷ്ണാഷ്ടമി നാളില് നമ്മളുടെ ചെന്താമരാക്ഷൻ വരികയാണ്, ഭൂമിയിലേക്ക് അവതാരം ചെയ്യാണ്. ആ ചെന്താമരാക്ഷൻ ആലോചിച്ച് നോക്കൂ, ഭഗവാന്റെ ആ ഒരു പാൽപുഞ്ചിരി. അപ്പോൾ ഭദ്രപാദം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല, അതിലത്തെ ഭാഗങ്ങൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണേ. ഭദ്രപാദം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷം എന്ന് പറഞ്ഞാൽ കൃഷ്ണപക്ഷം, അതാണ് ഭദ്രപാദത്തിലെ ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷ നാളിലാണ് ഭഗവാൻ ജനിച്ചത്. അത് 8-ാം തീയതിയാണത്രേ ഭഗവാന്റെ ആ ഒരു ജനനം നടന്നിരിക്കുന്നത്. അങ്ങനെ വസുദേവന്റെ ആ ഒരു ഗൃഹത്തില് സാക്ഷാൽ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും പിറന്നു വീണു എന്നാണ് പറയുന്നത്. ശരിക്ക് ഭഗവാൻ ജനിച്ചത് 5148 വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്കറിയാം ശ്രീകൃഷ്ണനൊക്കെ ഉള്ളത് ദ്വാരകയൊക്കെ ഉള്ളത് 5000 വർഷം മുന്നെയാണെന്ന് നമുക്കറിയാം. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു കൊല്ലമൊന്നും ആർക്കും അറിയില്ല. 5248 വർഷങ്ങൾക്ക് മുൻപേ ചിങ്ങമാസത്തിലെ രോഹിണി നാളില് എത്ര മണിക്കാണ് ജനിക്കുന്നത്? രാത്രി 12 മണിക്കാണ് ഭഗവാൻ ഭൂമിയിൽ അവതാരം കൊള്ളുന്നത്. അന്ന് എന്താഴ്ചയായിരുന്നു അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവാൻ ജനിച്ച ആഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ, ഏതാഴ്ചയിലായിരിക്കും ഭഗവാൻ ജനിച്ചത്? ഭഗവാൻ നല്ല ഒരു ബുധനാഴ്ച ദിവസാത്രേ ജനിച്ചത് എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. നമുക്കൊക്കെ ഇതൊരു അത്ഭുതമല്ലേ, ഭഗവാന്റെ ജനന തീയതി, ഡേറ്റ് ഓഫ് ബർത്ത്. സ്വർഗാരോഹണം BCE, അതായത് നമ്മളെ ക്രിസ്തു വർഷം, ക്രിസ്തുവിന് ജനിച്ചതിന് ശേഷമുള്ളതാണല്ലോ ഇപ്പോൾ കണക്കൂട്ടുന്നത്. അപ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേ 3102 ഫെബ്രുവരി 18-നാണ് അത്രേ കുരുക്ഷേത്ര യുദ്ധം നടന്നപ്പോൾ ഭഗവാന് 89 വയസ്സുണ്ടായിരുന്നു. കുരുക്ഷേത്ര യുദ്ധം നടന്നത് 3102 BCE, അതായത് ക്രിസ്തുവിന് മുന്നേ. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള വർഷമാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. അപ്പോൾ BCE, ബിഫോർ ക്രൈസ്റ്റ്. അപ്പോൾ അതിന് മുന്നേ 3102 ഫെബ്രുവരി 18-നാണ് അത്രേ കുരുക്ഷേത്ര യുദ്ധം നടന്നത്. കുരുക്ഷേത്ര യുദ്ധം നടന്ന കാര്യം ഞാൻ ഇതിൽ എൻ്റെ അമ്പാടിക്കണ്ണ അല്ല നമ്മളെ സർവകൃഷ്ണമയൻ ചാനലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടിരുന്നു കേട്ടോ. ചില കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആ ഒരു പടയണികളും അതുപോലെ കാലാള്, അതുപോലെ തേര്, കുതിര, ഇവയൊക്കെ ആന, ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി അല്ലെങ്കിൽ ചത്തുപോയി എന്നുള്ളതൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ മറ്റേ എൻ്റെ പഴയ ആ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, സർവകൃഷ്ണമയം. അങ്ങനെ 89 വയസ്സാണ് കുരുക്ഷേത്ര യുദ്ധം നടന്ന സമയത്ത് ഭഗവാന് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഗർഗഭാഗവതത്തിൽ നമ്മൾ നോക്കുന്ന ഭാഗത്ത് അത് പ്രതിപാദിച്ചിരിക്കുന്നത്, ഏകദേശം അതിനെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം അദ്ദേഹം 36 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് സ്വർഗസ്ഥനായത്, അല്ലെ സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം നടന്നത് എന്നാണ് പറയുന്നത്. 36 വർഷം കൂടി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സ്വർഗാരോഹണം നടന്നത്. ഇനി നമ്മൾ ഭഗവാന്റെ ആ ഒരു ജനിച്ച ഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. കഴുത്തിൽ വിചിത്രമായിട്ടുള്ള മാലകളുണ്ട് അത്രേ അദ്ദേഹം ആ ചെന്താമരാക്ഷന്റെ കഴുത്തില്. അതുമാത്രോ കൗസ്തുഭരത്നങ്ങൾ, വക്ഷസ്സിലെ കൗസ്തുഭരത്നങ്ങളും കാലുകളിലെ കനക ചിലങ്കുണ്ട്. അതുമാത്രമല്ല ശിരസിലെ അതിമനോഹരമായിട്ടുള്ള കാഞ്ചനം അതായത് സ്വർണത്തിന്റെ കിരീടവും, കാതുകളില് രത്നങ്ങൾ പതിച്ച കുണ്ടലങ്ങളും, കൈകൾ നിറയെ വളകളും, അരക്കെട്ടില് അരഞ്ഞാണത്തില് അത് ആ ഒരു അരഞ്ഞാണത്തില് കൊലുസ് പോലെ ഇങ്ങനെ തൂക്കിയിട്ട മണികളൊക്കെ അതിഭയങ്കരമായിട്ട് തിളങ്ങുന്നതുണ്ട്. അതുമാത്രമല്ല അതിന്നിങ്ങനെ ശബ്ദം ഇങ്ങനെ വരുന്നുണ്ട്. അതിൻ്റെ ആ ഒരു തിളക്കം കൊണ്ട് എല്ലായിടത്തും ഒരു മിന്നൽ പ്രകാശം അവിടെയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കോടിക്കണക്കിന് കാമദേവന്മാര് ഒന്നിച്ച് വന്ന് നിന്ന പോലെയുള്ള ഒരു ശോഭയാണത്രേ ആ ഒരു സമയത്ത് ഭഗവാനെ കാണുമ്പോൾ തോന്നുന്നത്. കാരണം അത്രയും
ഭംഗിയായിട്ട് അണിഞ്ഞു ഒരുങ്ങി ഉള്ള ഭഗവാനെയാണ് ആ ഒരു ജനിച്ച സമയത്ത് കാണുന്നത്. നമുക്കറിയാം ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാൻ അലങ്കാരഭൂഷിതമായിട്ടാണ് കാണുന്നത്. പിന്നെയാണല്ലോ ശിശുവായിട്ട് മാറുന്നത്. ഇപ്രകാരം പുത്രനെ കണ്ട വാസുദേവന് വളരെ സന്തോഷമായി. കാരണം എന്താ, കുട്ടിയുടെ പ്രഭ. അത് മാത്രല്ല, സാക്ഷാൽ മഹാവിഷ്ണു അല്ലേ. ഇരു കൈകളും കൂപ്പിയിട്ട് വേഗം മഹാവിഷ്ണുവിനെ തൊഴുകയാണ്. നമുക്കറിഞ്ഞൂടെ, നമ്മുടെ ജീവിതത്തിലെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ബോധമില്ലാണ്ട് വീഴൂലേ. കാരണം സന്തോഷം കൊണ്ട് എന്തൊക്കെ ഭഗവാനോട് പറയണമെന്ന് വിചാരിച്ചാലും ആ ഭഗവാനെ കാണുന്ന നിമിഷത്തില് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ചിലവർ കരയും, ചിലവർ പൊട്ടിച്ചിരിക്കും, ചിലവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ ആ അവസ്ഥ തന്നെയാണ് വസുദേവർക്ക്. കാരണം എന്താണ്, മുൻപ് കുട്ടിയെ അറിയാമായിരുന്നു. കാരണം തൻ്റെ പുത്രൻ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ് എന്നുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശരിക്ക് കുട്ടീനെ ഒരു സ്വന്തം മകനായിട്ട് കാണുന്നതിന് പകരം സാക്ഷാൽ ഭഗവാനായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഒരു ചൈതന്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ത്രിലോകാധിപതിയുടെ ബാലഭാവം കണ്ടിട്ട് ദേവകിക്കും ഏകദേശം അറിയാമായിരുന്നു എന്താണ് ഇത് സാക്ഷാൽ. കാരണം ഇത് വന്നതല്ലേ, അശരീരി കേട്ടതല്ലേ. അപ്പൊ രണ്ടാൾക്കും അറിയാം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരം തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ആ ഒരു ഭഗവാന്റെ പാദത്തില് അങ്ങനെ നമസ്കരിക്കുകയാണ്. ആ ഒരു ഭഗവാനെ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ആ ഒരു പൂർണ്ണരൂപം കണ്ടിട്ട് വളരെയധികം സംതൃപ്തി അടയാണ് ആ മാതാപിതാക്കള്.